കുറച്ച് മൾട്ടിപെറ്റൽ ബോൾസം, പിന്നെ മൾട്ടിപെറ്റൽ നാടൻ പെറ്റൂണിയ, പിന്നെ ലിസിയാന്തസ്, ഇത്രയും ചെടികളാണ് കേട്ടോ ഞാനിന്ന് ഓൺലൈൻ വഴി വാങ്ങിയത്. അപ്പം നല്ല കട്ടിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വന്നതാണ്, എനിക്ക് ഇന്നലെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇന്ന് വെച്ചൊരു പ്രശ്നം വന്നിട്ടില്ല, കാരണം ഒക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നാടൻ പെറ്റൂണിയാണ് കേട്ടോ. നാടൻ പെറ്റൂണിയ മൾട്ടിപെറ്റലാണ്. ഇതിൻ്റെ മുമ്പ് എനിക്കൊരെണ്ണം കിട്ടിയിരുന്നു, എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം ഇതിനെ ഞാൻ ഇനി തൊടാനേ പോകുന്നില്ല. ഗ്ലാസ്സിൽ മണ്ണൊന്നും കളയാതെ തന്നെയാണ് അവർ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അതിനെ ഉപദ്രവിക്കാൻ പോകാതിരിക്കാൻ നല്ലത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതാണ് അതുകൊണ്ട്. പിന്നൊന്ന് ലിസിയാന്തസും അതേപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചിരുന്നു. പിന്നെ നീലപ്പൂക്കളുള്ള ചെടി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ട്. അപ്പം പിന്നെ അത് എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേമാതിരി എനിക്ക് പെട്ടെന്ന് അത് പുറത്തേക്ക് വേറെ മാറ്റി നട്ടപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇതിപ്പോൾ എനിക്ക് വേറെ സർപ്രൈസ് ഇതിലുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൈയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ അവരെന്താണ് രണ്ട് തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരുമിച്ചൊരു ഇതിലുണ്ടായിരുന്നത് ഇനി അടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നല്ല ആരോഗ്യമുള്ള തൈകളാണ്. അതും മണ്ണൊന്നും കളയാതെയാണ് അയച്ചിരിക്കുന്നത്. തൽക്കാലം ഞാൻ അതിനെയും ശല്യം ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. ഇവിടെ ഇരുന്നൊന്ന് ഉഷാറാവട്ടെ, നമ്മളെ കാലാവസ്ഥയായിട്ടൊക്കെ ഒന്ന് ഇണങ്ങട്ടെ, അതിനുശേഷം മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ബോൾസം കട്ടിങ് നടാൻ പോവുകയാണ്. മൾട്ടിപെറ്റലാണ്. അപ്പോൾ ഇത് ആദ്യം വെള്ളത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ശേഷം കുറച്ച് മണൽ പിന്നെ മാത്രം എടുത്തിട്ട് അതിലാണ് ഞാൻ കുത്തി വെക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് ഇത് നല്ല രീതിയിൽ ഒരൊറ്റൊന്നും പോകാതെ പിടിച്ചു കിട്ടുള്ളൂ. കുറേ മുമ്പൊക്കെ ഞാൻ പല രീതിയിൽ ചെയ്തിട്ടും എനിക്കത് സക്സസ് ആയിട്ടില്ല. കൊണ്ടുവന്ന പാടൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഫുള്ളായിട്ട്. അപ്പം നനഞ്ഞിട്ട് ഒന്ന് ഉഷാറായിട്ട് വന്നോളൂ കേട്ടോ. ഇങ്ങനെ പിടിപ്പിച്ചെടുത്ത് ഒരുപാട് ബോൾസ് ഇവിടെ ഉണ്ട്. ഞാൻ മുമ്പ് കട്ടിങ് മേടിച്ച് കണ്ടോ. ഇതൊക്കെ നമ്മളെ ഹൈബ്രിഡ് ബോൾസ് ഉണ്ട്. ഹൈബ്രിഡ് ബോൾസങ്ങളാണ് ഇതൊക്കെ. ഞാൻ മേടിച്ച് നമ്മൾ എപ്പോഴായാലും ഇനിയിപ്പം ചട്ടി അടക്കം വാങ്ങുകയാണെങ്കിലോ അതിന് 1-2 കഷ്ണം എടുത്തിട്ട് ഇതേമാതിരി വെറും മണലിൽ ഒന്നും ചേർക്കരുത്. വെറും മണലിൽ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പിടിച്ചോളൂ കേട്ടോ. ഇതൊക്കെ ഞാനങ്ങനെ പിടിപ്പിച്ചെടുത്താണ്. ചിലപ്പോൾ മദർ പ്ലാന്റ് പോയാൽ പോലും ഈ പ്ലാന്റ് ആയിരിക്കും നമുക്ക് നന്നായി കിട്ടുക. അതിന് മുമ്പ് കട്ടിങ് മേടിച്ചതും ഒക്കെ ഇതിലുണ്ട്. എല്ലാം മണലിലാണ് ഞാൻ കുത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ.